അറിവല്ല എന്നുടെ ദൈവം, വെറും അനുഭൂതിയല്ലെൻ്റെ ദൈവം. ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം, അനുഭവമാണെൻ്റെ ദൈവം. അറിവല്ല എന്നുടെ ദൈവം, വെറും അനുഭൂതിയല്ലെൻ്റെ ദൈവം. ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം, അനുഭവമാണെൻ്റെ ദൈവം. സന്ധ്യായാമങ്ങളിൽ ഏകാകിയാമെൻ്റെ പ്രാർത്ഥനയിൽ സ്തുതിതൻ ഗീതികളാ ഞാനാർത്തു പാടുന്ന വേളകളിൽ അനുഗ്രഹവർഷമാ ഹൃദയാകടാക്ഷമായി തഴുകുന്ന സ്നേഹമാണെൻ്റെ ദൈവം. സന്ധ്യായാമങ്ങളിൽ ഏകാകിയാമെൻ്റെ പ്രാർത്ഥനയിൽ സ്തുതിതൻ ഗീതികളാ ഞാനാർത്തു പാടുന്ന വേളകളിൽ അനുഗ്രഹവർഷമാ കരുണാകടാക്ഷമാം തഴുകുന്ന സ്നേഹമാണെൻ്റെ ദൈവം. അറിവല്ല എന്നുടെ ദൈവം, വെറും അനുഭൂതിയെൻ്റെ ദൈവം. ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം, അനുഭവമാണെൻ്റെ ദൈവം. സന്ധ്യായാമങ്ങളിൽ ഏകാകിയാമെൻ്റെ പ്രാർത്ഥനയിൽ സ്തുതിതൻ ഗീതികളാ ഞാനാർത്തു പാടുന്ന വേളകളിൽ അനുഗ്രഹവർഷമാ കരുണാകടാക്ഷമാ തഴുകുന്ന സ്നേഹമാണെൻ്റെ ദൈവം.
അനുഗ്രഹവർഷമാ കരുണാകടാക്ഷമാ തഴുകുന്ന സ്നേഹമാണ് അറിവല്ലേ ദൈവം വെറും അനുഭൂതിയല്ലെൻ്റെ ദൈവം ഹൃദയത്തിൽ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം കൂപ്പുകരങ്ങളോടെ അൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് സൗഖ്യദായകനായ കർത്താവ് ഇതാ നമ്മുടെ കൂടെയുണ്ട്. ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു കുടുംബമായി നാം ദൈവത്തെ ആരാധിക്കുന്ന സായാഹ്നമാണിത്. ഈ ശുശ്രൂഷയുടെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ കീഴെ ഈ ദിവസക്കാലം മുഴുവൻ ആയിരിക്കാൻ കർത്താവ് നമ്മളെ അനുവദിച്ചു. അനേകർക്ക് വേണ്ടി ഈ ആലയത്തിൽ നിന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർന്നു. അനേകം മക്കൾ ഈ ഭവനത്തിലിരുന്ന് നിങ്ങളുടെ വേദനകളെ, സങ്കടങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളെ, ദുഃഖ ദുരിതങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച നിമിഷങ്ങളായിരുന്നു. ഇത് ആരാധനയുടെ സമയമാണിനി. കുടുംബമായി നാം ദൈവത്തെ ആരാധിക്കുന്ന സമയം. ഈ ആരാധനയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന മണിക്കൂറാണിത്. പ്രത്യേകിച്ച് രോഗാവസ്ഥകളുള്ള എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷമാണിത്. പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആരാധനയിൽ പങ്കുചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. കർത്താവ്, ഇപ്പോൾ ഈ നിമിഷം ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്നിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന സമൂഹമാണ്. ആരാധനയിലാണ് അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന ജീവിതങ്ങളിലാണ് മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ സംഭവിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന ജീവിതങ്ങളിലാണ് നിരന്തരമായ ദൈവ സഹായം കൈവരിക. ഉണ്ട് കുടുംബമായിട്ട് കുടുംബാംഗങ്ങൾ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ ചേർത്ത് നിർത്തുക. മക്കൾ ഭവനങ്ങളിലുണ്ടോ, കുടുംബാംഗങ്ങളുണ്ടോ, അവരൊക്കെ ഈ ആരാധനയെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങളിൽ ഒരു തിന്മയ്ക്കും കുടുംബാംഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബ ബന്ധത്തെ, കുടുംബ സമാധാനത്തെ ഇതൊന്നും തകർക്കാൻ പിശാചിന് പറ്റില്ല. കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറായ. വേറിട്ട് നിൽക്കുന്നവനെ വീഴ്ത്താൻ എളുപ്പമാണ് വചനം പറയുന്നത്. ഉണ്ട് അങ്ങനെ നിൽക്കുന്നവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച്, ഇനിയിപ്പോൾ കുടുംബത്തിൽ ഉള്ളവരൊക്കെ പലയിടങ്ങളിലാകാം, അവരെല്ലാം ആത്മനാ ചേർത്ത് നിർത്തി മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, കുടുംബത്തിനൊക്കെ വേണ്ടി നീ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. എല്ലാം മറന്ന് പിതാവായ ദൈവത്തെ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ, ത്രിയേക ദൈവത്തെ നാം ആരാധിക്കാൻ പോകുന്ന സമയമാണ്. ആരാധിക്കാൻ കിട്ടുന്ന സമയമെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം ആരാധിക്കുമ്പോൾ അതുപോലെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിലൊക്കെ ഒരുപോലെ ദൈവസ്നേഹത്തിന്റെ ചലനങ്ങൾ ഉണ്ടാവും. കാരണം എന്താ? ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് നാം ആരാധിക്കുക. ഈശോ പറഞ്ഞാൽ, ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിക്കുന്ന ഈ സമയത്ത് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രനായ ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇത് അത്ഭുതങ്ങളുടെ മണിക്കൂറായിട്ട് മാറുന്നത്. അതുകൊണ്ട് നാം ഈശോയെ ആരാധിച്ച് ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെ ആരാധിച്ച് സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്താം.
നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉയർത്താം. കർത്താവെ, പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നിരവധിയായ പ്രാർത്ഥനകളാണ് മക്കൾ സമർപ്പിച്ചിട്ടുള്ളത്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവെ, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കടബാധ്യതയുടെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കുടുംബം സമാധാനം നഷ്ടപ്പെട്ടു പോയവർ ഇതിനകത്തുണ്ട്. കർത്താവെ, ജീവിത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. കർത്താവെ, മുന്നോട്ട് പോകാൻ പറ്റാതെ വഴികളെല്ലാം അടഞ്ഞു പോയവരുണ്ട്. പഠന മേഖലകൾ, PR സംബന്ധപ്പെട്ട വിഷയങ്ങൾ, വിസ തടസ്സങ്ങളൊക്കെ നേരിടുന്നവർ ഇതിനകത്തുണ്ട്. കർത്താവെ, ഒരു മാനസാന്തരത്തിന് വേണ്ടി ആരുടെയൊക്കെയോ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. വിവാഹത്തിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇതിനകത്തുണ്ട്. കർത്താവെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവെ, ചില കേസുകളിൽ അകപ്പെട്ടു പോയ മക്കളുണ്ട്. നഷ്ടപ്പെട്ടു പോയത് ചിലർ തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. വിശുദ്ധിയിൽ വളരാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ, കൃപയിൽ വളരാൻ, അഭിഷേക ജീവിതം നയിക്കാൻ ഒക്കെ ആഗ്രഹിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവെ, ചില വിൽപ്പനകൾ, വാങ്ങലുകൾ തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. എല്ലാവരുടെയും നിയോഗങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. പ്രഭാതം മുതൽ ഈ നിമിഷം വരെ സമർപ്പിക്കപ്പെട്ട എല്ലാ 10,000-കണക്കിന് നിയോഗങ്ങളെ കർത്താവെ ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കുന്നു. ഈ നിമിഷങ്ങളിൽ ആരാധനയിൽ കർത്താവെ സ്ക്രോളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കരമുയർത്തുന്ന സമയമാണ്. മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് വേണ്ടി കരമുയർത്തുന്ന സമയമാണ്. രോഗിയായി കിടക്കുന്നവർക്ക് വേണ്ടി കരമുയർത്തുന്ന സമയമാണ്. വചനത്തിൽ പറയുന്നില്ലേ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നാൽക്കവലകളിൽ തളർന്ന് വിശന്ന് കിടക്കുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നിന്റെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ എന്ന്. ഇതാ നിന്റെ കുടുംബത്തിന് മുഴുവനും വേണ്ടി നിന്റെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നിരിക്കുന്ന സമയം. ഈ കരങ്ങളിലൂടെ ദൈവാത്മാവ് ചലിക്കുന്ന സമയം. ദൈവത്തെ ആരാധിക്കുന്ന ഈ ജീവിതത്തിലൂടെ ദൈവം നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അധരം തുറന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടോ? അങ്ങനെ അധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നീ മാത്രമാണല്ലോ ആരാധനയ്ക്ക് യോഗ്യൻ. യേശുവേ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ അയോഗ്യരാണ്, പാപികളാണ്. എങ്കിലും നിന്നെ ആരാധിക്കാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. യേശുവേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഈ കുടുംബത്തിന്റെ അന്തരീക്ഷം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ കുടുംബത്തിൽ കിടക്കുന്ന കെട്ടതെല്ലാം യേശുവിന്റെ അത്ഭുതകരമായ നാമത്തിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. കെട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. അന്ധകാരത്തിലേക്ക് വീടുപോയ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനായ ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന് ആരാധന. ആമേൻ. പുത്രനാം ദൈവത്തിന് ആരാധന. കരങ്ങളടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചു പാടട്ടെ. ആത്മാവാം ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന. പുത്രനാം ദൈവത്തിന് ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന. ദൈവത്തിന് ആരാധന. ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ആരാധന. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്ക്. കർത്താവേ, നീ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി നടക്കണമേ. ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ, കുറേ നാളുകളായി വർഷങ്ങളായി നേരിടുന്ന തടസ്സങ്ങൾ, സാമ്പത്തിക മേഖലകളിൽ വരുമാന മാർഗങ്ങളിലുള്ള തടസ്സങ്ങൾ, ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ, വിവാഹത്തിൻ്റെ മേഖലയിലുള്ള തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള തടസ്സങ്ങൾ, പഠന മേഖലയിലെ തടസ്സങ്ങൾ, ആത്മീയ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഒരു കുമ്പസാരത്തിനോ വിശുദ്ധ കുർബാനയ്ക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, കർത്താവേ, ഇവിടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ ഈ മക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, യേശുവിൻ്റെ അധികാരവുമുള്ള നാമത്തിൽ, ദിവ്യകാരുണ്യനാഥന്റെ ശക്തിയിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിടുതലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി തടസ്സങ്ങളുള്ള എല്ലാ മക്കളും അതരം തുറന്ന് ഉച്ചത്തിൽ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, 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 ഞങ്ങളുടെ കുടുംബത്തോട് നീ കരുണ കാണിക്കണമേ. ഈ തടസ്സങ്ങൾ നീ എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അടിയട്ടെ, തടസ്സങ്ങൾ അടിയട്ടെ, തടസ്സങ്ങൾ അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും അടിഞ്ഞു പോകട്ടെ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാൻ, കരങ്ങളടിച്ച്, ശക്തമായി കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചു പാടട്ടെ. അത്യുന്നതങ്ങളിൽ ആരാധന, ആമേൻ. ആരാധ്യനാഥനിൻ ആരാധന, അത്യുന്നതങ്ങളിൽ ആരാധന, ആരാധ്യനാഥനിൻ ആരാധന, മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധരേകിടും ആരാധന, മാലാഖമാർ പാടും ആരാധന, പരിശുദ്ധരേകിടും ആരാധന. കരങ്ങൾ ഉയർത്തി ആരാധന 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 ആരാധന. ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കുടുംബത്തിൻ്റെ എല്ലാ വരുമാന മാർഗങ്ങളെ, സാമ്പത്തിക സ്രോതസ്സുകളെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. കർത്താവ്, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സാമ്പത്തിക വരുമാന സ്രോതസ്സുകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുടുംബങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബാധ്യതകൾ, എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടങ്ങൾ, പരാജയങ്ങൾ, തകർച്ചകൾ, സാമ്പത്തികമായി ഒരു ഉന്നതി പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എപ്പോഴും കടബാധ്യതയിലായിരിക്കുന്ന കുടുംബങ്ങൾ, ജപ്തി നോട്ടീസ് ഭവനങ്ങളിൽ എത്തിയിട്ടുള്ള കുടുംബങ്ങൾ, ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്ത രീതിയിൽ അസ്വസ്ഥതകളുള്ള മക്കള്, കർത്താവേ, പല രീതിയിൽ ദുരിതമനുഭവിക്കുന്നവര്, സാമ്പത്തികമായി ഞെരുങ്ങുന്ന കുടുംബങ്ങൾ, മക്കളെ പഠിപ്പിക്കാൻ പോലും സാമ്പത്തികമില്ല, ചികിത്സിക്കാൻ സാമ്പത്തികമില്ല. കർത്താവേ, അങ്ങനെ പല രീതിയിൽ വല്ലാതെ ഞെരുങ്ങുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങൾ പോലും ഇതിനകത്തുണ്ട്. കർത്താവേ, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിലായിരിക്കുന്ന കുടുംബങ്ങൾ, കർത്താവേ, നീ കരുണ കാണിക്കണമേ. ഈ കുടുംബങ്ങളുടെ മേൽ നിന്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ കുടുംബങ്ങളുടെ മേൽ ദിവ്യകാരുണ്യ ശക്തി വ്യാപരിക്കട്ടെ. ഇവരായിരിക്കുന്ന ഇടങ്ങളെ കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ സമ്പന്നത കൊണ്ട് ഇപ്പോൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തുവിലൂടെ ഈ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി ഒരിക്കൽ കൂടി വിളിക്കുന്നു, ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കണ്ണുനീർ കയത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ വിളിച്ച് കരയുന്ന മക്കള്, ജീവിതത്തിന്റെ അതുപോലെ കഠിനമായ അനുഭവത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ വിളിച്ച് കരയുന്ന മക്കള്, കരുണ കാണിക്കണമേ ഈശോയെ, വഴികൾ തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചു പാടട്ടെ. ക്രൂശിതനായവൻ ആരാധന, ആമേൻ. പാപവിമോചകൻ ആരാധന, ക്രൂശിതനായവൻ ആരാധന, പാപവിമോചകൻ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ആമേൻ. ജീവന്റെ നാഥന് ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, ജീവന്റെ നാഥന് ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ആരാധിക്കാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്ത നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിന്നെ ആരാധിക്കാൻ അയോഗ്യരും പാപികളും ബലഹീനരുമായിരുന്നിട്ടും നീ ഞങ്ങളോട് കാണിക്കുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഈ ആരാധനയിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നിമിഷമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായത് നിന്റെ കരങ്ങളിലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ശക്തമായ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയ സമയമായിരുന്നത്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ആരാധനയുടെ പ്രത്യേക നിയോഗം രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും പേരുകൾ വായിക്കുക ബുദ്ധിമുട്ടുണ്ട്, പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, പതിനായിരക്കണക്കിന് പ്രാർത്ഥനാ നിയോഗങ്ങളാണ് അൽത്താരയിൽ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്, ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒക്കെ ഈ മക്കളുടെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇനി പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കാത്തവരും ഉണ്ടാകാം, ആശങ്കപ്പെടേണ്ട.
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കാൻ പറ്റും. ഏത് പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടി ഈ ഭവനത്തിൽ തുടർന്ന് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഭവനത്തിൽ ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ദിവസമാണ് വെള്ളിയാഴ്ച സമയം. 12 മണിക്കൂർ സമയം ഈ ഭവനത്തിലിരുന്ന് 10,000-കണക്കിന് വരുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന സമയമാണ്. ഇപ്പോൾ ഈ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥകൾ എന്താണോ, നിങ്ങൾക്ക് ഏത് ശാരീരിക രോഗത്തിനാണ് സൗഖ്യം കിട്ടേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ രോഗാതുരമായ ശരീരഭാഗത്ത് കരങ്ങൾ വയ്ക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങളുടെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എന്നിട്ട് മനസ്സുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന രോഗാവസ്ഥകളെ ഇപ്പോൾ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഞാനൊരു വചനഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വചനങ്ങൾ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആമേൻ പറ. ആമേൻ പറഞ്ഞേ. ആമേൻ. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതിനാണ് 1 പത്രോസ് 2:24 നാം വായിക്കുന്നത്, അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. അനേകം വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുക്രിസ്തു നമ്മെ സുഖപ്പെടുത്തുന്നവനാണെന്നാണ്. അവന്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം അത് നിന്നെ സുഖപ്പെടുത്താൻ ശക്തിയുള്ള രക്തമാണ്. നിന്റെ മുറിവുകളെ ഉണക്കാൻ ശക്തിയുള്ളതാണ്. എല്ലാ മുറിവുകൾക്കുള്ള സൗഖ്യം അവന്റെ രക്തത്തിലുണ്ട്. ആ പരിശുദ്ധ രക്തം നമ്മൾ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശ്വാസത്താൽ ഈ വചനത്തിന്റെ സൗഖ്യം നമ്മളില്, നമ്മുടെ കുടുംബത്തില് രോഗികളായി കഴിയുന്നവരിലൊക്കെ നമ്മൾ ക്ലെയിം ചെയ്ത് ഒരു ക്ലെയിമിങ് ഫെയ്ത്ത് എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും നിങ്ങൾ ഈ ആരാധനയോട് ചേർത്ത് നിർത്തണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായി കിടക്കുന്നവരുണ്ടോ, തളർന്ന് കിടക്കുന്നവരുണ്ടോ, നിങ്ങൾ അവരുടെ അടുത്ത് പോയിരിക്കുക. അവരുടെ ശിരസിൽ നിങ്ങൾ കരങ്ങൾ വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രോഗികളാണോ, അവരെ തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ദിവ്യകാരുണ്യത്തിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടോ, നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഈ നിമിഷങ്ങളിൽ. നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യാനുള്ള പോലെ നമ്മുടെ ആ പ്രത്യേക നിയോഗം രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തെ സ്പർശിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുക. അതല്ല നിങ്ങളുടെ ശരീരത്തിലേക്ക് ഏത് അവയവത്തിലാണ് കർത്താവിൻ്റെ സൗഖ്യം വേണ്ടത്, അവിടെ ഇത് കർത്താവിൻ്റെ കരമാണെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ കരം ഇതിപ്പോൾ കർത്താവിൻ്റെ കരമാണ്. അവന്റെ മുറിവേറ്റ കരമാണ് നീ വെച്ചിരിക്കുന്നത്. ആ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം അത് നിന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് വിശ്വാസത്തിൽ നീ ഏറ്റെടുക്കുന്ന സമയമാണിത്. അത്ഭുതങ്ങൾ നീ കാണാൻ തുടങ്ങും. ഈ ദിവസം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്ന, ICUയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ നമ്മൾ ഉയർത്തുന്നു. ഭവനങ്ങളിൽ തളർന്നു കിടക്കുന്നവര്, ചെറുപ്രായത്തിൽ കൈക്കുഞ്ഞുങ്ങൾ രോഗികളായി കഴിയുന്നവര്, അമ്മയുടെ ഉദരത്തിൽ വെച്ചതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട് എന്ന് ഓൾറെഡി സ്കാനിങ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയതിന് ശേഷം മാനസികമായി വേദനിച്ച് കഴിയുന്നവര്, നിരന്തരമായ ഒരു ശാരീരികമായ അസ്വസ്ഥതകളുടെ നടുവിൽ വേദനിക്കുന്നവര്, ക്യാൻസറുകൾ, ട്യൂമറുകൾ പോലുള്ള മാരക രോഗം മൂലം വേദനിക്കുന്നവര്, ചില ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ, അലർജി സംബന്ധമായ രോഗപീഠകൾ, ആന്തരിക അവയവങ്ങളിലുള്ള രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗാവസ്ഥകൾ, ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ, കൈകാൽ മുട്ടുകൾക്ക് നീരും വേദനയുള്ളവര്, വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന ചില രോഗപീഠകൾ, പാരമ്പര്യ രോഗങ്ങൾ, എത്ര ചികിത്സിച്ചിട്ട് സൗഖ്യമില്ലാത്ത ചില രോഗാവസ്ഥകൾ, അങ്ങനെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ രോഗപീഠകളും
ഈ നിമിഷം കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോ നമ്മെ സുഖപ്പെടുത്താൻ പോകുന്ന സമയമാണ്. ആത്മാർത്ഥമായിട്ടൊരു നിമിഷം കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവേ, ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് നിർത്തുന്നു. ആരെല്ലാം ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവിടെ മേൽ നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഈ നിമിഷം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ രോഗികളും വചനത്തിലങ്ങ് പറഞ്ഞല്ലോ, അനേകം രോഗികളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു. പ്രാർത്ഥനാ നിയമങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ എത്രയോ മക്കളാണ്, ഏതെല്ലാം രീതിയിലുള്ള രോഗങ്ങളാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രത്യേക നിയോഗം പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. ആന്തരിക അവയവങ്ങളിലൊക്കെ ക്യാൻസറുകൾ, ട്യൂമറുകൾ, ബ്രെയിൻ ട്യൂമറുകളുള്ളവർ, ലിക്യൂമിയ പോലുള്ള അസുഖങ്ങളുള്ളവർ, ബ്ലഡ് ക്യാൻസറുകൾ മൂലം വേദനിക്കുന്നവരൊക്കെ ഉണ്ട്. ഈശോയെ, ഇവരെ സുഖപ്പെടുത്താൻ നിനക്ക് സാധ്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിനക്ക് പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉടനെ നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഈ മക്കളുടെ ഓരോരുത്തരുടെ മേൽ നീ നീട്ടണം. ഒരാളെ പോലും കർത്താവ് നീ വെറുങ്കയോടെ പറഞ്ഞയക്കരുത്. കർത്താവെ, ഈ നിമിഷം ഞങ്ങൾ ലോകമെമ്പാടും ഇരുന്ന് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളെ ഈ നിമിഷം ആരാധന ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. എൻ്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടാൻ വേണ്ടി നിങ്ങൾ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചോ, നിങ്ങളുടെ ശിരസിൽ വെച്ചോ. ഏതാനും നിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിക്കുക. അതേ തുടർന്ന് നിങ്ങളുടെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങൾ സ്പർശിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാനും നിമിഷങ്ങൾ ഒന്ന് കർത്താവിൻ്റെ രക്തത്താൽ എനിക്ക് സൗഖ്യമുണ്ട്, എൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങളിലേക്ക് യേശുവിൻ്റെ രക്തമൊഴുകി എനിക്ക് സൗഖ്യം തരട്ടെ. ഈശോയുടെ രക്തമൊഴുകി ഇറങ്ങി എനിക്ക് സൗഖ്യം തരട്ടെ. ആന്തരിക അവയവങ്ങളിലേക്ക് യേശുവിൻ്റെ രക്തമൊഴുകട്ടെ. ശിരസ് മുതൽ പാദം വരെ യേശുവിൻ്റെ രക്തമൊഴുകട്ടെ. മജ്ജയിലേക്ക് മാംസത്തിലേക്ക് യേശുവിൻ്റെ രക്തമൊഴുകട്ടെ. ക്യാൻസർ രൂപം കൊണ്ടിട്ടുള്ള ഇടങ്ങളിലേക്ക് യേശുവിൻ്റെ രക്തമൊഴുകട്ടെ. ആ രക്തത്താൽ ക്യാൻസറുകൾ, ട്യൂമറുകളൊക്കെ കത്തിച്ചാമ്പലാകട്ടെ. ഈശോയെ സുഖപ്പെടുത്തണമേ, കർത്താവേ സുഖപ്പെടുത്തണമേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. യേശുവേ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളിലേക്കും നിന്റെ സൗഖ്യം കടന്നു ചെല്ലട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിച്ച് ആ സൗഖ്യം നിങ്ങൾ ഏറ്റെടുക്കുക. എൻ്റെ കർത്താവ് എന്നെ തൊടുന്ന സമയമാണ്, എൻ്റെ ഈശോ എന്നെ തൊടുന്ന സമയമാണ്, എൻ്റെ ഈശോ എൻ്റെ കുടുംബാംഗങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്, എൻ്റെ ഈശോ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയെ, എൻ്റെ കുഞ്ഞിനെ സ്പർശിക്കുന്ന സമയമാണ്. ഇത് അത്ഭുത സൗഖ്യത്തിന്റെ സമയമാണ്. എൻ്റെ കർത്താവിൻ്റെ കരം ഇപ്പോൾ എൻ്റെ ഭവനത്തിലുണ്ട്. എൻ്റെ കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി നടന്ന് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ യേശു സുഖപ്പെടുത്തുന്ന സമയമാണ്. കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവ് തൊടുന്ന സമയമാണ്. യേശുവേ, സൗഖ്യം തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളെ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ ശരീരങ്ങളിലേക്ക്, അസ്ഥികളിലേക്ക്, ഞരമ്പുകളിലേക്ക്, രക്തധമനികളിലേക്ക്, എല്ലാ ജീവകോശങ്ങളിലേക്കും യേശുവിന്റെ ജീവൻ കടന്നു ചെല്ലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ടു പോയ എല്ലാ ശരീരഭാഗങ്ങളും ജീവൻ പ്രാപിക്കട്ടെ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ കടുകുമണിയോളം ആമേൻ. വിശ്വാസമുണ്ടെങ്കിൽ വന്മലയെ ദൂരത്തകറ്റാം. ഈശോയെ അനുദിന ക്ലേശങ്ങളാ പർവ്വതങ്ങളെ വിശ്വാസ നിറവാൽ ജയിക്കാം. അനുദിന ക്ലേശങ്ങളാ
നിറവാൽ ജയിക്കാം. അസാധ്യമായി ഒന്നുമില്ല. അവിശ്വാസിയാകാതെ മകനെ വിശ്വാസിയായി വേഗമണയൂ. ഈശോയെ അടയാളം തേടാതെ വന്ന ആമേൻ. വിശ്വാസ വഴി ഞാൻ തെളിക്കാം. കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതൽ സൗഖ്യമായിട്ട് ഇപ്പോൾ നിങ്ങളിൽ വ്യാപരിക്കുന്ന സമയമാണ്. കർത്താവിനെ തൊടുമ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ തൊടുന്നത്. ആ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയുടെ വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തോട് ഇപ്പോൾ എനിക്ക് സൗഖ്യം. അതാണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊടാൻ പറ്റിയാൽ അപ്പോൾ എനിക്ക് സൗഖ്യം. അതെന്തൊരു വിശ്വാസമാണ് നോക്കിയേ. പിന്നീട് എനിക്ക് സൗഖ്യം കിട്ടും, നാളെ സൗഖ്യം കിട്ടും എന്നൊന്നുമല്ല. ഇപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ അപ്പോൾ സൗഖ്യം. അങ്ങനെ അവൾ വിശ്വസിച്ചത്. കർത്താവേ, അതുപോലെ വിശ്വാസത്തിൽ നിന്നെ തൊടുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. അത്ഭുത ശക്തി ഈശോയിൽ നിന്നും ഒഴുകിയിറങ്ങട്ടെ. വലിയ സൗഖ്യങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. ഈ മക്കൾ ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ വലിയ സൗഖ്യങ്ങൾ ഈ മക്കളിൽ, ഈ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഈശോയിലെ ഒന്ന് സ്പർശിച്ചുകൊണ്ട് ഏതാനും നിമിഷം കൂടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ദിവ്യകാരുണ്യത്തിൽ ശക്തി പുറപ്പെടട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ, സൗഖ്യങ്ങൾ ഇപ്പോൾ ഈ മക്കളിൽ സംഭവിക്കട്ടെ. കർത്താവെ, രോഗികളായി കിടക്കുന്ന മക്കളിലേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ കൊണ്ടുപോയി അവരുടെ അടുത്ത് സ്പർശിക്കാൻ പറ. അവരെ ഒന്ന് തൊടിയിക്ക്. ആ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് സ്പർശനം കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. കട്ടിലിൽ കിടക്കുന്നവർ, ICUവിൽ കിടക്കുന്നവർ, രോഗികളായി മുറികളിൽ കഴിയുന്നവർ, അവരെയൊക്കെ ഈ ദിവ്യകാരുണ്യ നാഥൻ്റെ സ്പർശനം ഏറ്റെടുത്ത് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഈ മക്കളുടെ മേൽ നീട്ടുന്നതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളിലേക്ക് നിന്റെ സൗഖ്യം കടന്നു വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവിൻ്റെ ശക്തി ഒഴുകട്ടെ, സൗഖ്യം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇവിടെ ശരീരത്തിന്റെ മേലുള്ള എല്ലാ പാപത്തിന്റെ ഗഠടിച്ച്, പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് കർത്താവിന്റെ സൗഖ്യം കടന്നു ചെല്ലട്ടെ, സൗഖ്യം കടന്നു ചെല്ലട്ടെ. പാപത്തിന്റെ ഗഠടിച്ച് ശരീരത്തിന്റെ മേലുള്ള സകല പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ച് സൗഖ്യം കടന്നു ചെല്ലട്ടെ. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വന്മലയെ ദൂരത്തകറ്റാം. അനുദിന ക്ലേശങ്ങളാ പർവ്വതങ്ങളിൽ വിശ്വാസ നിറവാൻ ജയിക്കാം. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച കരങ്ങൾ ഒരിക്കൽ കൂടി നിന്റെ ശരീരത്തിലേക്ക് സ്പർശിച്ച് നിന്റെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം കടന്നു വരുന്നതായി കണ്ട് ഒരു കരം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് മറുകരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തുതിക്കാവോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക മക്കളെ തമ്പുരാൻ സ്പർശിക്കുന്നതായിട്ട് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. നിങ്ങളത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. നിങ്ങളുടെ രോഗാവസ്ഥകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബ്ലഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഒരു രോഗിയെ കർത്താവ്
സ്പർശിക്കുന്നതായിട്ട്, അത്ഭുതകരമായി സ്പർശിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. സോറിയാസിസ് സംബന്ധമായ രോഗത്തിന് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാരിയലുകൾക്കിടയിൽ അതിശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തി കഴിഞ്ഞതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് അതിശക്തമായ ബ്ലീഡിങ്ങിൻ്റെ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത പങ്കാളിയുടെ വേർപാടിൻ്റെ ദുഃഖം മനസ്സിൽ കൊണ്ട് നടക്കുകയും ചത്താൽ മതി എന്നൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ടും സുഖപ്പെടുത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലകളിൽ എപ്പോഴോ ഒരു പട്ടി കടിക്കാൻ ഓടിച്ചതിൻ്റെ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്ന ഒരു വ്യക്തി, ആ ഭയത്തിൽ നിന്നും കർത്താവ് വിടുവിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. രണ്ട് കാൽമുട്ടുകൾക്കും അതിശക്തമായ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈൽ സംബന്ധമായ രോഗാവസ്ഥ മൂലം അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. അലർജി സംബന്ധമായ രോഗാവസ്ഥകളിൽ നിന്ന് അനേകം മക്കളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. എന്ത് കഴിച്ചാൽ ഉടൻ തന്നെ വയറിങ്ങനെ വീർത്ത് വരുന്ന ഒരസ്വസ്ഥതയുണ്ടായ ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളിലും കാലുകളിലൊക്കെ ഇങ്ങനെ കുമിളകൾ പോലെ വരികയും അതിങ്ങനെ ചൊറിഞ്ഞ് പൊട്ടുകയും അതിൽ നിന്നൊക്കെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ സൗഖ്യം ഏറ്റെടുത്ത് പരിപൂർണമായ സൗഖ്യം പ്രാപിക്കാൻ കർത്താവ് അനുവദിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്നത് കൊണ്ട് ഒരു യാത്രയ്ക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയുള്ളൊരു വ്യക്തിയെ കർത്താവ് അവസ്ഥയിൽ സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും ഭയത്തിൽ നിന്നും വിടുതൽ നൽകുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 3ലധികം മക്കളുടെ വിസ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിച്ച് കഴിഞ്ഞതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നാവിൻ്റെ ഇങ്ങനെ തൊലി ഇങ്ങനെ പോകുന്ന പോലെ വായ്പുണ്ണ് പോലെ അസ്വസ്ഥ ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലവട്ടം എഴുതിയിട്ടും പരാജയപ്പെട്ടു പോയ ഒരു പരീക്ഷയ്ക്ക് കർത്താവ് വിജയം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വെന്റിലേറ്ററിൽ കഴിയുന്ന 2 മക്കളെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. അതിശക്തമായ തൊണ്ടവേദനയും അതോടൊപ്പം തന്നെ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിതമായി മുടി കൊഴിയുന്ന അവസ്ഥ ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഒരു പറമ്പിന്റെ വിൽപ്പന കർത്താവ് എടുത്തു മാറ്റി അതിന്റെ തടസ്സം എടുത്തു മാറ്റി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഭവനത്തിലേക്ക് കയറാൻ ഒരു നല്ലൊരു വഴിയില്ലാത്തതിന്റെ ഭാരം പേറുന്ന ഒരു കുടുംബത്തെ കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വിദേശ രാജ്യങ്ങളിൽ എവിടെ വരുന്ന സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. PR സംബന്ധമായ എന്തൊരു അസ്വസ്ഥത, ഒരു തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് എഴുന്നേൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ഇങ്ങനെ പാൽപിറ്റേഷൻ്റെ ഹാർട്ടിൻ്റെ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആ ഭയത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും വിടുതൽ നൽകുന്ന, സൗഖ്യം നൽകുന്നതും സുഖനിദ്ര നൽകുന്നതായിട്ടുള്ള സന്ദേശം കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയി തീർന്ന ഒരു മകനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതായിട്ട് ആ മകൻ ആ മേഖലയിൽ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മൈഗ്രെയിൻ
തലവേദനയുള്ള രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ത്രേസ്യ എന്ന് വിളിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബിനീഷിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളുടെ ദാമ്പത്യ ജീവിതം, അതിൽ എന്തൊക്കെ അസ്വസ്ഥതകളുണ്ട് അതോർത്ത് വേദനിക്കുന്ന ഒരമ്മയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ആ അമ്മയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഏതോ വിദേശ രാജ്യത്ത് പോകാൻ കാശ് കൊടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു പോയത്, അതായത് വഞ്ചിക്കപ്പെട്ടതിൻ്റെ വല്ലാത്ത സങ്കടം പേറുന്ന, അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക വ്യഥയായി കഴിയുന്ന ഒരു കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി തമ്പുരാന്റെ സ്നേഹം നമ്മെ വലയം ചെയ്യുന്ന സമയമാണ്. ഒത്തിരി മക്കളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയെ, ഈ ദിവസക്കാലം നീ എന്നെ സ്പർശിച്ചത്, അതിൻ്റെ സാക്ഷ്യം എനിക്ക് പറയാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അത് നീ അനുഗ്രഹിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷ്യപ്പെടുത്താൻ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ അൾത്താരയിൽ വെച്ചിരിക്കുന്ന തിരിക്കാലുകൾ ഈ ദിവസക്കാലം മുഴുവനും അൾത്താരയിൽ കത്തിയെരിഞ്ഞ തിരികൾ ഒക്കെ സ്പോൺസർ ചെയ്ത ആ കുടുംബത്തെ പ്രത്യേകം സമർപ്പിക്കാം. പ്രത്യേക നിയോഗം ആതിര, പരീക്ഷ വിജയം, വിവാഹം നടക്കാൻ ആതിരയെ പ്രത്യേകം സമർപ്പിക്കാം. കർത്താവിൻ്റെ പദ്ധതി ആ മകളിൽ പൂർത്തിയാകട്ടെ. പരീക്ഷയിൽ കർത്താവെ വിജയം നൽകണമേ, ജീവിതത്തിൽ വിജയം നൽകണമേ. ആ മകളുടെ വിവാഹത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ആ മകളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി രോഗസൗഖ്യത്തിന് വേണ്ട 5 വചനങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുത്ത ആ വചനം ഏറ്റു പറഞ്ഞ് സൗഖ്യത്തിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. അനേകർക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക. ഈ ശുശ്രൂഷയാണെങ്കിൽ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യുക. പ്രഭാതത്തിൽ നടന്ന 1 മണിക്കൂർ ആരാധന വചന ശുശ്രൂഷയും ഈ സായാഹ്നത്തിൽ നടക്കുന്ന ഈ 1 മണിക്കൂർ സൗഖ്യ വിടുതൽ ആരാധനയിലും പങ്കുചേർന്ന് പ്രാർത്ഥിക്കാനും അവരോട് ആവശ്യപ്പെടുക. 5 വചനങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ സൗഖ്യത്തിന് വേണ്ടി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ 5 വചനങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അടുത്ത ആഴ്ചയിലത്തെ നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം PR സംബന്ധമായ തടസ്സങ്ങൾ നേരിടുന്ന, വിസ തടസ്സങ്ങൾ നേരിടുന്നവർ, അനുബന്ധമായ പരീക്ഷകൾക്ക് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നമ്മൾ അടുത്ത വിദേശ യാത്രകൾ അടുത്ത ആഴ്ച നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമാണത്. അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് അയച്ചു തരികയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഈ അൾത്താരയിൽ പ്രാർത്ഥന ഉയരും. ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ ഈ സമയം വരെ അൾത്താരയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഈ ശുശ്രൂഷ ഓൺലൈനായിട്ട് വിടാൻ സഹായിച്ച എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഗാരിസ്വലെ യുവജനങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫോണിലൂടെ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞൊരാഴ്ചക്കാല നിയോഗങ്ങൾ എടുത്ത് കർത്താവ് അത് അൾത്താരയ്ക്ക് മുമ്പിൽ എത്തിച്ച എല്ലാ ശുശ്രൂഷകരും, ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഈ ശുശ്രൂഷയെ സാമ്പത്തികമായി സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന, പ്രത്യേകിച്ച് ഒരു ലാപ്ടോപ്പ് മേടിക്കാനും അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ആ സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്.
OBSൽ നിന്ന് VMix എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ നടക്കുമ്പോൾ ഒത്തിരി പേരുടെ സ്ക്രോൾ ഒരേ സമയത്ത് അയക്കാൻ പറ്റും. അപ്പം അതിനൊക്കെ സാമ്പത്തികമായിട്ട് അല്പമായിട്ടെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളെ പ്രത്യേകം ഈ നിമിഷം ഓർക്കുന്നു. അവരുടെ നിയോഗങ്ങളെ കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. തുടർന്നും ഈ ശുശ്രൂഷയെ മുന്നോട്ട് സഹായിക്കാൻ വരുന്ന എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അനേകായിരങ്ങൾക്ക് ഈ മിറക്കിൾ അവേഴ്സ് ഒരു ആശ്വാസമായിട്ട് മാറട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ, ആ സാന്നിധ്യം ഒരു ലഹരിയായി തീരാൻ, ആ സാന്നിധ്യം ഒരിക്കലും മടുക്കാത്തൊരു സാന്നിധ്യമാകാൻ, ബലപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായി ഈ സാന്നിധ്യം ഈ മക്കൾ അനുഭവിക്കട്ടെ. കർത്താവേ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ അൾത്താരയുടെ മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഉപവാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഏതാനും സിസ്റ്റേഴ്സ് ഉണ്ട്. ആ സിസ്റ്റേഴ്സിനെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷ മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു മടുപ്പില്ലാതെ 12 മണിക്കൂർ സമയം ഭക്ഷണം പോലും കഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ശുശ്രൂഷകരെയും ഈ നിമിഷം ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുതലും കരുണയൊക്കെ അനുഭവിക്കാൻ നിങ്ങളെയും കർത്താവ് ഇടവരുത്തട്ടെ. നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച ഫിലിപ്പേട്ടനെ പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ ക്രമീകരണങ്ങളും, അൾത്താര ക്രമീകരണം മുതൽ എല്ലാ ക്രമീകരണം നടത്തിയ എല്ലാവരെയും ഈശോയെ നീ അനുഗ്രഹിക്കണമേ. ഒരാളെപ്പോലെ അനുഗ്രഹിക്കാതെ വിടരുത്. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ഇതിന് ശേഷവും നിങ്ങൾക്ക് കുറച്ച് സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഇരുന്നാൽ സ്ക്രോൾ ചെയ്യും. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ഏതാനും സാക്ഷ്യങ്ങൾ അയച്ചു തന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ മെസ്സേജായിട്ടോ ഓഡിയോ ആയിട്ടോ വീഡിയോ എടുത്തോ ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. നിശ്ചയമായിട്ടും അത് നമ്മളത് എടുക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ ശുശ്രൂഷകൾ നടക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്കിതിൻ്റെ പിള്ളേർ, കുട്ടികളെ ആരാധിക്കുന്നത്, കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമെങ്കിൽ നമ്മൾ വരുന്ന ആളുകളിൽ ഇതിൻ്റെ ഒരു പ്രൊമോ സോങ്ങിന് വേണ്ടി അതെല്ലാം പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കാം. ഹൃദയം കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച തമ്പുരാനെ നിൻ്റെ സാന്നിധ്യത്തിൽ വരാൻ എന്നെ അനുവദിക്കണമേ. 1 മണിക്കൂറെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെ, വേദനകളെ, സങ്കടങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടത്തും വലത്തുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ സ്തുതി കൊടുക്കുക. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് വീണ്ടും കാണും. പ്രത്യേക നിയോഗങ്ങൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. 5 വചനങ്ങൾ ഓൾറെഡി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നൽകിയിട്ടുണ്ട്. ഇനി ഈ വരുന്ന ഞായറാഴ്ച പ്രത്യേക ഈ വിഷയത്തിലുള്ള ഒരു വിടുതൽ പ്രാർത്ഥനയും പൗരോഹിത്യത്തിൻ്റെ 1 മിനിറ്റിൻ്റെ വിടുതൽ പ്രാർത്ഥനയും തരുന്നതാണ്. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ ഉള്ളവർ, PR വിസ ഒക്കെ ഈ വിടുതൽ പ്രാർത്ഥന സ്വീകരിച്ചും നിങ്ങൾ തുറന്നും പ്രാർത്ഥിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
നിത്യവിശുദ്ധയാമമ്മേ, നൈർമല്യത്തിൻ നീലത്തിനാളമേ, നിരുപമ സ്നേഹത്തിൻ പരിമളമേ, നിരാലംബർക്കെന്നും ആശ്രയമേ, നിത്യവിശുദ്ധയാമമ്മേ. അമ്മേ, നല്ലയമ്മേ, അമ്മേ, മേരി മാതാവേ, അമ്മേ, നല്ലയമ്മേ, അമ്മേ, മേരി മാതാവേ. മിഴിതോരാ കണ്ണീരിൻ താഴ്വരയിൽ വഴി തേടി അലയുന്നു ഞങ്ങളമ്മേ. മിഴിതോരാ കണ്ണീരിൻ താഴ്വരയിൽ വഴി തേടി അലയുന്നു ഞങ്ങളമ്മേ. ഉഷക്കാല താരമേ, വഴി തെളിച്ചിടേണമേ. ഉഷക്കാല താരമേ, വഴി തെളിച്ചിടേണമേ. നിന്റെ നീലവിരാളത്തിൻ മലച്ചായി ഞങ്ങളെ കാത്തിടണേ. അമ്മേ, ഞങ്ങളെ കാത്തിടണേ. അമ്മേ, നല്ലയമ്മേ, അമ്മേ, മേരി മാതാവേ, അമ്മേ, നല്ലയമ്മേ.